അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പോലെ എല്ലാവർക്കും തോന്നിയ ഒരു കാര്യം തന്നെ കേട്ടോ. എന്നും ഞാൻ പറഞ്ഞൊരു കാര്യം എൻ്റെ കാണുന്ന ആൾക്കാരൊക്കെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മളെപ്പോലെ തന്നെ എല്ലാവർക്കും ഇത് ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇതുപോലെ വിഷമങ്ങൾ ഫീൽ ചെയ്തിട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊരു കാര്യം, നമ്മൾ ഈ റോട്ടിലൂടെ പോകുന്ന എല്ലാവർക്കും, അതായത് ഈ ഒരു ഓട്ടോയിലാണെങ്കിലും ശരി, നടന്നു പോവുകയാണെങ്കിലും ശരി, വണ്ടികളിലാണെങ്കിലും ശരി, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈലിൻ്റെ യൂസാണ് കേട്ടോ. ഈ ഡ്രൈവ് ചെയ്ത് മൊബൈൽ യൂസ് ചെയ്യുക. കാരണം എന്താ പറയുക, അല്ലെങ്കിൽ അപ്പം ഞങ്ങളൊരു നാട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്ത് ഹെൽമെറ്റ് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഒരു വണ്ടിയിൽ അധികം 2-3 ആൾക്കാരായിരിക്കും ഉണ്ടാവുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിള്ളേരടുത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പിള്ളേരാണ് ഒന്നാമത് വണ്ടി ഓടിക്കണേ. അപ്പം ഈ പിള്ളേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ആവേശത്തിൽ അവരിങ്ങനെ ഓടിക്കുന്നതാണ്. അപ്പോൾ ഒന്നാമത് പിള്ളേർക്ക് ലൈസൻസ് ഒന്നും എടുക്കാനുള്ള പ്രായമായിട്ടുണ്ട്. അപ്പോൾ വീട്ടുകാരെന്താ വെച്ചാൽ ആ ഒരു ഇങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന, പക്ഷേ നമ്മൾ തന്നെ നമ്മളെ മക്കളെ ഒരു ബുദ്ധിമുട്ടിലേക്ക് ആക്കണ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രായത്തിൽ മക്കൾക്ക് വണ്ടി കൊടുക്കുക. അങ്ങനെ വണ്ടി ഓടിക്കുക. പിന്നെ ഈ മൊബൈൽ എന്താ പറയുക, എല്ലാ ആൾക്കാരും ഇപ്പോൾ റോഡിൽ കൂടി തിരക്കുള്ള റോട്ടിലാണെങ്കിലും ശരി ഈ മൊബൈലിൽ ഫോൺ വിളിച്ചിട്ടാണ് പോണത്. ഇപ്പം നമ്മളൊരു ഓട്ടോ കയറിയാലും ഒരു ബസ് ഓടിക്കുന്ന ആളായാലും, അപ്പം ഞാൻ ചോദിക്കണേ, ഈ ബസ്സൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് ഈ വിളിക്കുന്ന ആൾക്കറിയാലോ ഇയാളൊരു ഡ്രൈവറാണ്. അപ്പം ഈ സമയത്ത് തന്നെ വിളിക്കുന്ന എന്തിനാണ്? അപ്പം അയാൾ ആ ജോലിയിലായിരിക്കും. അപ്പം അങ്ങനെ ഒരു സമയത്ത് വിളിച്ചിട്ട് നമുക്ക് പേഴ്സണൽ കോളോ അല്ലെങ്കിൽ ഒരു അർജൻറ്റ് കോളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇത് ചുമ്മാ വിളിക്കുക. പിന്നെ ഞാനിപ്പോൾ ഈ അടുത്തൊരു ദിവസം ഒരു ഓട്ടോയിൽ കയറി വരുന്നുണ്ടായിട്ടോ. അപ്പം ഞാൻ കയറിയ സ്ഥലം മുതൽ ഞങ്ങളെ വീടെത്തുന്നത് വരെ ഇയാൾ ഫോണിൽ തന്നെയാണ്. അപ്പം എന്താ പറയുക, നമുക്ക് എന്താ പറയുക, തീരെ സേഫ്റ്റി ഇല്ലാതാവുക ഇങ്ങനെ മൊബൈൽ യൂസ് ചെയ്തിട്ട്. ബസ്സിലാണെങ്കിൽ നമ്മൾ പറയുന്ന ആൾക്കാർ അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ലേ, അങ്ങനെ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപകടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളെ കയ്യിൽ നിന്ന് എപ്പോഴാണ് പോകാമെന്ന് പറയാൻ പറ്റില്ല. ഒരു വിരലും ഉണ്ട്, ഒരു കയ്യും ഉണ്ട്, ഒരു കാലുകൊണ്ട് മാത്രം. ഇങ്ങനെയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. ഏത് 2 വീലറിലാണെങ്കിലും ശരി, കാറിലാണെങ്കിലും ശരി, നമ്മളിങ്ങനെ പോകുമ്പം വണ്ടിക്ക് ഒരു ഇങ്ങനെ ഒരു ഷെയ്ക്കിങ് മാതിരി തോന്നും. അപ്പം നമുക്കറിയാം ഇത് മൊബൈൽ യൂസ് ചെയ്തിട്ട് പോവുകയാണെന്നുള്ളത്. കാരണം നമ്മൾ വീട്ടിലൊക്കെ നമ്മളെ പ്രതീക്ഷയിലാണ് നമ്മൾ ഇറങ്ങി പോകുമ്പം ആൾക്കാർ നമ്മളെ യാത്ര അയക്കുന്നതൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ. അപ്പം നമ്മൾ തിരിച്ചു പോകുന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. ഇങ്ങനൊരു ഉപയോഗത്തിലൂടെ അതെല്ലാവരും ഇല്ലാതെയാക്കരുത്. ട്രാവൽ ചെയ്യുമ്പോൾ ദയവ് ചെയ്തിട്ട് മൊബൈൽ യൂസ് ചെയ്യരുത്.